അതിരൂക്ഷമായ വിമർശനങ്ങൾ തുടരുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എന്ത് ചെയ്തു സർക്കാർ എന്ന ചോദ്യം ഉയരുന്നു. എന്തുകൊണ്ടാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ നിശബ്ദത തുടർന്ന പശ്ചാത്തലമുണ്ടാകുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് എന്തുകൊണ്ട് നടപടികൾ ഉണ്ടായില്ല? നടപടികൾ സ്വീകരിക്കാനുണ്ടായ കാലതാമസം എന്താണ് സർക്കാർ ഈ കുറ്റകൃത്യങ്ങൾക്ക് എതിരെ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടി? അതായത് സിനിമാ മേഖലയിലെ വലിയ ചൂഷണത്തെ സംബന്ധിച്ച പ്രശ്നം പുറത്തു വരുമ്പോൾ അത് സ്ത്രീകളുടെ മാത്രം പ്രശ്നമായി കാണേണ്ടതില്ല. വലിയ തോതിലുള്ള ചൂഷണമാണ് സിനിമാ മേഖലയിൽ നടക്കുന്നത്. കുറ്റകൃത്യങ്ങളാണ് സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ഭൂരിപക്ഷ വിഭാഗം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. എന്നിട്ട് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്ന ചോദ്യം കൂടിയാണ് സർക്കാരിനോട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോടതിയിലേക്ക് എത്തുമ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന വിമർശനം. അതിരൂക്ഷമായ വിമർശനങ്ങളാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച് ഇത്രയും നാൾ എന്ത് ചെയ്തു സർക്കാർ എന്ന ചോദ്യം ചോദിക്കുന്നു. കുറ്റകൃത്യങ്ങളിൽ എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യം ഉന്നയിക്കപ്പെടുന്നു. തീർച്ചയായും ഇത് സർക്കാരിന് വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയുണ്ടായ നിലപാടുകൾ, ഈ വിഷയത്തിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതി തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. മുന്നിൽ പരാതിക്കാരില്ല. അതുകൊണ്ട് തന്നെ നടപടികളുമായി മുന്നോട്ട് പോകാൻ പ്രയാസമാണ് എന്നുള്ളതായിരുന്നു. ഹേമ കമ്മിറ്റിക്ക് ജുഡീഷ്യൽ കമ്മീഷന്റെ അധികാരപരിധിയില്ല. അതൊരു കമ്മിറ്റി മാത്രമാണ്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ രൂപീകരിച്ചിട്ടുള്ള ഒരു സമിതി മാത്രമാണ്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നത് പ്രയാസകരമാണ് എന്ന പ്രതിരോധം ആയിരുന്നു ഇതുവരെയും സർക്കാർ സ്വീകരിച്ചത്. എങ്കിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന നിരീക്ഷണങ്ങൾ അത്തരത്തിലല്ല, മറിച്ച് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അതായത് കുറ്റകൃത്യങ്ങൾ ഈ മേഖലയിൽ നടക്കുന്നു എന്ന റിപ്പോർട്ട് കൃത്യമായി സർക്കാരിന് മുന്നിലെത്തിയിട്ട് എന്ത് സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്? എന്തുകൊണ്ട് ഒരു സമീപനവും സർക്കാരിന് സ്വീകരിക്കാൻ സാധിച്ചില്ല? എന്തുകൊണ്ട് നടപടിയെടുക്കാൻ സാധിച്ചില്ല? അവിടെ ഒരു പരാതിക്കാരനോ പരാതിക്കാരിയോ ഉണ്ടാകണം എന്ന നിർബന്ധം എന്തുകൊണ്ട് എന്ന നിരീക്ഷണം തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിൽ വലിയ വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. എന്തുകൊണ്ട് സർക്കാർ നിശബ്ദത പാലിച്ചു എന്ന ചോദ്യം ഉയർത്തുന്നു കോടതി. അഭിലാഷ്, 2019 ഡിസംബർ 31 ഹേമ കമ്മിറ്റി റിപ്പോർട്ടായി പൂർണ്ണ രൂപത്തിലുള്ള റിപ്പോർട്ടായി സർക്കാരിന് മുൻപിൽ സമർപ്പിച്ചത്. അതിനുശേഷം എന്തുകൊണ്ടാണ് ഈ 4 വർഷ കാലയളവ് ഇതിലെടുത്തത്? ഇതിലെന്ത് ശിക്ഷാ നടപടിയാണ് സ്വീകരിച്ചത് എന്നുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിരൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എത്തുമ്പോൾ ഏതൊക്കെ തരത്തിലാണ് മൊഴിപ്പകർപ്പുകൾ പുറത്തുവിടാതെ അല്ലെങ്കിൽ പ്രതികളുടെ പേര് പുറത്തുവിടാതെ സർക്കാർ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള വിമർശനം വളരെ കാലം മുൻപ് തന്നെ ഉയർന്നിരുന്നു. മാത്രമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം അതിൽ മൊഴി നൽകാത്ത സ്ത്രീകൾ രംഗത്ത് വന്ന് തങ്ങൾ ലൈംഗിക അതിക്രമത്തിനും അതുപോലെ തൊഴിൽ പീഡനത്തിനും ഇരയായി അല്ലെങ്കിൽ ലിംഗവിവേചനത്തിന് ഇരയായി എന്നുള്ള വെളിപ്പെടുത്തലുകൾ വരികയും അതിന്മേലുള്ള നടപടികൾ, അതിപ്പോൾ മുകേഷിന്റെ കേസായാലും സിദ്ദിഖിന്റെ കേസായാലും രഞ്ജിത്തിന്റെ കേസായാലും VK പ്രകാശിന്റെ കേസായാലും ഇത്തരം അതിന്മേലുള്ള നടപടികൾ പിന്നാലെ നടക്കുമ്പോൾ എന്ത് നടപടിയാണ് ഈ യഥാർത്ഥ, അതായത് അമ്മ ഭാരവാഹികൾ വാർത്താ സമ്മേളനം വിളിച്ചതിന് തൊട്ടു പിന്നാലെ അതിന്റെ ആജീവനാന്ത മെമ്പർ എന്നുള്ള നിലയിൽ ഉർവശി അതിന് ശക്തമായൊരു പ്രതികരണം നടത്തിയിരുന്നു. ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ നടത്തിയ പ്രതികരണം എന്ന് പറയുന്നത് മൊഴിയാണ്. അതൊരു കമ്മിറ്റിക്ക് മുൻപാകെ, അതായത് ഈ പ്രശ്നങ്ങൾ, സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ കമ്മിറ്റി, ആ കമ്മിറ്റിക്ക് മുൻപാകെ ഒരു ജസ്റ്റിസ് അധ്യക്ഷയെ കമ്മിറ്റിക്ക് മുൻപാകെ നൽകിയ മൊഴിയാണ്. ആ മൊഴി സത്യസന്ധമായിരിക്കും. മാത്രമല്ല, അവർക്ക് ഒരാൾക്ക് മേൽ ആരോപണം ഉന്നയിക്കാനാണെങ്കിൽ അതേതെങ്കിലും വാർത്താ സമ്മേളനം വിളിക്കുകയോ സമൂഹ മാധ്യമത്തിലൂടെ ഒരു ലൈവ് ചെയ്യുകയോ അത്തരത്തിലൂടെ അവർക്കത് ചെയ്യാമായിരുന്നു. അതിന് പകരം രഹസ്യമൊഴി നൽകിയാണ് പ്രതികൾ ഇന്ന ആളുകളാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാക്കിയിട്ട് സർക്കാരിന്റെ മുന്നിൽ ആരൊക്കെയാണ് പ്രതികളെന്നുണ്ട്. പക്ഷേ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ പരാതിക്കാരില്ലാത്തത് കൊണ്ട് ഇതിന്റെ മേൽ നടപടിയെടുത്തില്ല എന്നൊരു സാഹചര്യം നിലനിൽക്കെ ഒരു സ്ത്രീക്ക് മേലെ ഏത് തരത്തിലുള്ള അട്രോസിറ്റി ആണെങ്കിലും അതിന് പരാതി വേണോ എന്നുള്ള കാര്യം കൂടി നിർബന്ധമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പിന്നീടാണ് അതിന് പരാതി വേണം, അതല്ലെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യണം, SIT രൂപീകരിക്കുന്നു, SITക്ക് മുൻപിലേക്ക് ഈ പരാതികൾ വരുന്നു, SIT വീണ്ടും അത് FIR രജിസ്റ്റർ ചെയ്യാൻ അതാത് ലോക്കൽ സ്റ്റേഷനുകളിലേക്ക് വിടുന്നു. ഇങ്ങനെയുള്ള നോംസും ടേംസ് ആൻഡ് കണ്ടീഷൻസും ഒക്കെ കൊണ്ടുവരുന്നത് പക്ഷേ ഒരു സ്ത്രീയെ
താൻ ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്ന് വ്യക്തമാക്കിയാൽ അതിനെതിരെ നടപടിയെടുക്കാൻ ഒരുപക്ഷെ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് പോലും അതിനെതിരെ പരാതിപ്പെടാനുള്ള റൈറ്റ് നിലനിൽക്കുകയാണ് സർക്കാർ ഈ ഒരു നിലപാട് അന്ധമായി ഈ ഒരു നിലപാടെടുത്തത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇത്